എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് ഇന്ന് സെപ്റ്റംബർ 4. അപ്പോൾ കഴിഞ്ഞ മാസം 4 5 ഒക്കെയാണ് ബിറ്റ്കോയിൻ ക്രാഷ് ആയത്. അതിന് മുമ്പ് ജൂലൈയിലും ഇതുകൊണ്ട് ഈ ഒരു ഡേറ്റാണ് ക്രാഷ് ആയത്. അപ്പോൾ നിങ്ങൾ നോക്കി അറിയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു മാസം ഓൾറെഡി സെപ്റ്റംബർ എന്ന മാസം ബിറ്റ്കോയിനെ സംബന്ധിച്ച് നല്ല രീതിയിലൊരു ഫിയറായിട്ടുള്ള എല്ലാവരും നല്ല പേടിക്കുന്നൊരു മാസമാണ്. പക്ഷേ അതിന് അഗെയിൻസ്റ്റായിട്ട് കഴിഞ്ഞ വർഷം ഒരു 3.91% പ്ലസ് ആയിരുന്നു ഉള്ളത് 2023. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ മിക്ക ആൾട്ടോയിനും നല്ല രീതിയിൽ ഡംപ് ആയിട്ടുണ്ട്. ആൾട്ടോയിന് ഓൾറെഡി ആയിട്ട് എന്നോട്ട് ഡംപായെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ബിറ്റ്കോയിന് ഹാൽവിങ്ങിന് ശേഷം തൊട്ട് ആൾട്ടോയിന് ഇപ്പം മാറ്റിക്കിനെ കുറിച്ചൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് എന്ന് വെച്ചാൽ മാറ്റിക്ക് ഓൾറെഡി ഡീലിസ്റ്റ് ചെയ്യുന്നുണ്ട് ബൈബിറ്റൊക്കെ. അപ്പോൾ മാറ്റിക്കെന്ന് വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റിനോട് നമുക്കത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. അതൊരു ഇന്ത്യൻ പ്രൊജക്റ്റാണ്. ആ ഒരു ഇന്ത്യൻ പ്രൊജക്റ്റൊക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് കൂടുതലും അതിനോട് അത്ര ട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊന്ന് മാറ്റിക്ക് ഒരു 58 സെൻറ്റ് വരെയൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പം അത് ക്രാഷായി. ഓൾറെഡി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഇങ്ങനൊരു ക്രാഷ് വന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ പാനിക്കൊന്നും ആവേണ്ട, നിങ്ങൾക്ക് ബൈ ഒക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് കുറേ എയർ ഡ്രോപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചിലതൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറയാം, അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പുതിയതായിട്ടൊരു എയർ ഡ്രോപ്പാണ്, ബിറ്റ്ഗെറ്റുമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള ഒരു എയർ ഡ്രോപ്പ്, ഏജൻറ്റ് 301. ഓക്കെ, ഇത് നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങളിത് ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യുക. മിക്കവരുടെയും വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇത് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കാം. പിന്നെ വിഡ്രോ വാലറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി സൈനപ്പ് ബിറ്റ്ഗെറ്റിൽ ആ ഒരു KYC ചെയ്തെങ്കിൽ അങ്ങനെ ഒരു ടിക്കറ്റൊക്കെ വീണുള്ളൂ. അത് വേറെ വിഷയമൊന്നുമില്ല. പിന്നെ കണക്ട് ടോൺ കീപ്പർ വാലറ്റ്, പിന്നെ മേക്ക് എ ട്രാൻസാക്ഷൻ ചെയ്യണം. അപ്പോൾ അത് മെയിനായിട്ട് പറയുന്നുണ്ട്, ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് ഇത് ജോയിൻ ചെയ്യാൻ നോക്കുക. ഇനി അടുത്തൊരു എയർ ഡ്രോപ്പ് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്ന ഒരു എയർ ഡ്രോപ്പാണ് അമസ്റ്റാർ കോമ്പാറ്റ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ അത്ര വലിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഇത് അവരുടെ ലിസ്റ്റിംഗ് ഒക്കെ ഒരുപാട് പറഞ്ഞ് ഒരുപാട് നീട്ടി. ഇപ്പം സെപ്റ്റംബർ 26 ലിസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതും നോക്കാം. ഇത് ജോയിൻ ചെയ്യാത്തവർക്ക് കയറാം, പക്ഷേ നമുക്ക് കൂടുതൽ ഇപ്പം ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഇനി അടുത്ത് നോക്കാം. അടുത്തതെന്ന് വെച്ചാൽ ടൊമാറ്റോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ടൊമാറ്റോയുടെ ആ ടോം മാർക്കറ്റ്. അതിൻ്റെ ഒരു ഇത് ടാപ്പാണ്, വലിയ പാടൊന്നുമില്ല. നമ്മളിതൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുക, അങ്ങനെ അവരൊരു ഡെയിലി ഒരു കോംബോ പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കോംബോ കിട്ടും. പിന്നെ അല്ല ആരെങ്കിലും ചെയ്താൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും ആ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നിങ്ങൾ ചെയ്ത് കാണും. ഇത് പിന്നെ അറ്റ്ലീസ്റ്റ് $1 ഏതെങ്കിലും ഒരു ഇത് വേണം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഇത് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് പറയല്ലേ. ഇനി അടുത്ത് നോക്കാം. ഇത് മറ്റൊരു എയർ ഡ്രോപ്പാണ് ക്യാറ്റ്സ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിപ്പം എന്തോ ഒരു സെർവർ എറർ ആയതുകൊണ്ട് അത് ഓപ്പൺ ആവുന്നില്ല. നിങ്ങൾക്ക് മുന്നേ ഒരുപാട് വട്ടം ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു മാസം മുമ്പ് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതും നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ഈ ഒരു മാസം ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അവർ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്നവർ ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കുന്നതേ ഉള്ളേ. പിന്നെ ഇത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാത്തതും കാണും, ബനാന എന്ന് പറയുന്നത്. ഇത് നമ്മൾ പീൽസാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഇത് ഇച്ചിരി ടഫുള്ള പരിപാടിയാണ്. ഡെയിലി വന്ന് ഇപ്പോൾ നമ്മൾ ഒന്നൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നാളെ വരുമ്പോഴേ ഇത് ഫുള്ളൊന്ന് കറക്റ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു ബനാന ആയതുകൊണ്ട് നമുക്ക് 720 പീൽസ് വരെ ഈ ഒരു മെയിൻ ചെയ്യാം. ഡെയിലി ടാപ്പ് ചെയ്യണം. നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്. പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു റിവാർഡ്, അപ്പം റിവാർഡ് ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ വല്ലതും $100-500 അടിക്കും. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ചെയ്യണമെങ്കിൽ ചെയ്യാം, ജസ്റ്റ് ലിങ്ക് കൊടുക്കുക. ഇത് റഫറൽ വേഴ്സൊന്നും വലിയ കാര്യമില്ല. നമ്മൾ തന്നെ മാക്സിമം ഇത് ഹാർഡ് വർക്കിന് ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ. റഫറൽ എന്ന് വെച്ചാലൊന്നുമില്ല, ഞാൻ റഫറൽ ഇല്ലാതെ തന്നെയാണ് പലതും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ഇനി അടുത്ത് നോക്കാം. ഇത് ഗെയിമി എന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗെയിമി എന്നൊരു പ്രൊജക്റ്റ് മിക്കവരും ചെയ്യുന്നതായിരിക്കും. ഇത് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ കുറച്ച് ജീനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചൊക്കെ എല്ലാം തട്ടിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കാതിരിക്കുക. ഒരുപാട് സ്കാം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗെയിം, ഇത് നിങ്ങൾക്ക് ആ ഒരു ഗെയിം കളിച്ചിട്ട് അത് മാക്സിമം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി, ലാസ്റ്റ് ഒരു റേസർ ആ ഒരു മൈനിങ് ലാസ്റ്റാണ്. പിന്നെ സ്പിൻ ചെയ്യുക, അതിനകത്ത് സ്പിൻ ചെയ്ത് മാക്സിമം നിങ്ങൾക്ക് ഏണിങ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ മാക്സിമം നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ഇത് കയറിയവരായിരിക്കും മിക്കവരും. അപ്പം ഇനി അപ്പോൾ അടുത്ത് നോക്കാം. ഇതെന്ന് വെച്ചാൽ ഡബ്ല്യു കോയിനാണ്. അപ്പം മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഒറ്റ വീഡിയോക്കകത്താണെങ്കിൽ ഒരുപാട് ഉപകാരമാവും. അല്ലാതെ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അത് തന്നെ എല്ലാവർക്കും ഒരു ബോറടിക്കും. ജസ്റ്റ് എല്ലാം ഒറ്റ ഒരു വീഡിയോയിലങ്ങ് ചെയ്യാം. ചിലപ്പോൾ ഈ ലെങ്ത് കൂടുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇതൊരോ ടാസ്ക് നമ്മൾ ആ ഒരു സ്റ്റേക്ക് ചെയ്യുക. പിന്നെ ഇവരുടെ ഒരു ബോട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് മാക്സിമം ക്ലെയിം ചെയ്യുക. ഈ ഒരു ലെവലുകൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ വാലറ്റ് സെക്ഷനിൽ നോക്കിയാൽ നമുക്ക് ഓൾറെഡി ഈ ഒരു ലേഞ്ച് പാഡ്, ബ്ലോക്ക് ചെയിൻ സെലക്ഷന്, അങ്ങനെ മിനി ആപ്പ്, അങ്ങനെ ഇനിയിപ്പോൾ ഡബ്ല്യു കോയിൻ്റെ എയർ ഡ്രോപ്പാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ക്യൂ കോയിൻ്റെ SQ കോയിൻ എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഗെയിമിങ് അവരുടെ മെയിനായിട്ടുള്ള സംഭവമാണ്. അപ്പം ഇത് നിങ്ങൾ കുറേ വീഡിയോ കണ്ടു കാണും.
ജസ്റ്റ് ഈ ഒരു വീഡിയോക്കകത്തെല്ലാം അങ്ങ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാം. ചിലതൊക്കെ ഇപ്പോൾ ഒരുപാട് താമസം എടുക്കും. ഇപ്പം താമസം എടുത്ത കാര്യങ്ങളൊന്നും ആംസ്റ്റർ കോമൻ്റൊക്കെ പഴയതാണ്. ഇനിയിപ്പോൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, നോക്കാം. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരോടെ എങ്ങനെ വേണമെങ്കിലും കയറുക, ആരുടെ റഫറിൽ വേണമെങ്കിൽ കയറുക കേട്ടോ. അങ്ങനെ ചെയ്യാം. പക്ഷേ അത് ഇനിയിപ്പം കിട്ടാൻ പാടായിരിക്കും. ഇനി ഇത് ക്യൂക്കോയിൻ്റെ ആണ്. ആ ഒരു അക്കൗണ്ട് വെച്ച് നമുക്ക് ഇതാക്കാം. പിന്നെ ഇതൊന്നും വന്നിട്ടില്ല, ഇത് കുറേ കഴിയും വരാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എയർ ഡ്രോപ്പ് നമ്മൾ ഇത് ചെയ്യുന്ന എയർ ഡ്രോപ്പ്. പിന്നെ ഡോക്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ ലിസ്റ്റായി. അതിനെക്കുറിച്ച് പിന്നെ ഇനി ഇപ്പോൾ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോട്ട് കോയിൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ ബാനായിപ്പോയി, അങ്ങനെ മിസ്സായിട്ടുണ്ട് അത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ വേറെ കുറേ സംഭവങ്ങൾ, ഈ ടെലിഗ്രാമിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ഞാൻ എൻ്റെ റെഫറിലേക്ക് കയറണമെന്ന് നിർബന്ധിച്ചുള്ള വീഡിയോ അല്ല. ജസ്റ്റ് മാർക്കറ്റിനെ കുറിച്ച് അപ്ഡേഷൻ ചെയ്തപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടു. ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല, കാണുന്നവർ കാണുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളാരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആകണ്ട. മാർക്കറ്റ് തിരിച്ചു വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.